ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ല വെണ്ണ പോലത്തെ തക്കാളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. ഊണിനാണെങ്കിലും ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒഴിച്ചുകറി തന്നെയാണിത്. കുറച്ച് തക്കാളിയും പച്ചമുളകും ഇച്ചിരി തേങ്ങ ചിരകിയതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തക്കാളിക്കറി ഇന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് തക്കാളിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ 4 തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 തക്കാളിയും 6 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി കഴുകി അതിൻ്റെ നടുക്കലത്തെ ഭാഗമൊക്കെ കളഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി തിന്നായിട്ട് സ്ലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇച്ചിരി വലിയ കഷ്ണങ്ങളാണെങ്കിലും മതിയാവും. കാരണം നമ്മളിത് കുക്കറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്, തക്കാളി മുഴുവനായിട്ടും വെന്ത് ഉടയുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ തക്കാളി മുഴുവനായിട്ടും കട്ട് ചെയ്ത് ഒരു ചെറിയൊരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി പച്ചമുളക് ഒരു 7 പച്ചമുളക് കൂടി ഞാനിത് നടുവേ ഒന്ന് മുറിച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇന്നത്തെ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കുക്കറിലേക്ക് 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാം. സാധാ ഉപ്പാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളം നമ്മൾ ഈ തക്കാളിയൊക്കെ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിക്കാം. അത്രയും വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചേരുവകളൊക്കെ ഒന്ന് നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഒരു 3 വിസിലോളം ഞാനിപ്പോൾ അടുപ്പിച്ചിട്ടുണ്ട്. 3 വിസിൽ അടുപ്പിച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷറൊക്കെ പോകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ തക്കാളിയിൽ ഒഴിക്കാവുന്ന തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ 4 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അരമുറി തേങ്ങ, ഒത്തിരി വലിയ തേങ്ങയല്ല കേട്ടോ, ചെറിയൊരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അരമുറി തേങ്ങയാണ് ഞാനിവിടെ ചിരകി എടുത്തേക്കുന്നത്. ഇതിപ്പോൾ അരമുറി തേങ്ങ ഞാൻ മുഴുവനായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുഞ്ഞ് ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളിതിലേക്ക് ഇടുന്നത് ഒരു നുള്ള് കായപ്പൊടിയാണ്. കായപ്പൊടി കൂടി പോകരുത്, ഭയങ്കര കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ ഒരു നുള്ള് കായപ്പൊടി മാത്രം ഇതിലേക്ക് ഇടാം. അപ്പോൾ ഒരു നുള്ള് കായപ്പൊടി ഇട്ടതിന് ശേഷം 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സി ജാറ് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. 2 or 3 പ്രാവശ്യമായിട്ട് നല്ല രീതിയിൽ നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ കുക്കറിലുള്ള തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊരു മൺചട്ടിയിലേക്ക് മാറ്റുകയാണ്. നിങ്ങൾക്ക് കുക്കറിലാണെങ്കിലും വെക്കാം കേട്ടോ, കറി വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് തൽക്കാലം ഒരു മൺചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. അതിന് ശേഷം തിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ പേസ്റ്റ്, നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി ആ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം മാത്രം. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. ചാറ് കറിയാകുമ്പോൾ വെള്ളം പോലെ ഇരിക്കും. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഈ ഒരു കറിക്ക് തിള വരാൻ പാടില്ല. അപ്പോൾ തിള വരുന്നേക്കാളും മുമ്പ് തന്നെ നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 1.5 മിനിറ്റോളം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഉലുവയും കുഞ്ഞുള്ളിയും ചുമന്ന വറ്റൽമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായി വറുത്തെടുത്തതിന് ശേഷം നമ്മുടെ തക്കാളിക്കറിയുടെ മുകളിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ തക്കാളിക്കറിയുടെ മുകളിലേക്ക് ഒഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ തക്കാളിക്കറിയുടെ മുകളിലേക്ക് ഇത് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതിയാവും. അതിനുശേഷം നമുക്ക് ഒഴിച്ചു കറിയായിട്ട് കൂട്ടാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇന്നത്തെ ഊണിന് നമുക്ക് ഈ ഒരു കറിയോടുകൂടി തീർന്നിട്ടില്ല. ഇനി നമുക്ക് ഒരു അല്പം പണിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇച്ചിരി മീൻ കിട്ടിയിട്ടുണ്ട്. 1/2 കിലോ ചാളയാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ചാള വെട്ടി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഈ ചാളയിലേക്ക് ഒരല്പം ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു 2.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് നല്ലോണം പുരട്ടി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് ഇത്തിരി ചാളയുടെ മുട്ട കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായി കുഴച്ച് കൂട്ടി ഒരിച്ചിരി നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ ചാളയൊക്കെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് മുട്ടയും കൂടി വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. എണ്ണയൊക്കെ ചൂടായതിന് ശേഷം 2-3 തണ്ട് കറിവേപ്പില ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മുടെ ചാള ഇതിലേക്ക് ഇടുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് മറിച്ചും തിരിച്ചും വറുത്തെടുക്കാം. ഇനി നമുക്കുള്ളത് ക്യാബേജ് ക്യാരറ്റ് തോരനാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഊണിനുള്ള എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. അപ്പോൾ ചാളയൊക്കെ വറുത്തെടുത്ത് ചാളയുടെ മുട്ടയൊക്കെ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ഊണ് വിളമ്പാം. അപ്പോൾ ഇന്നത്തെ ഊണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ നമ്മുടെ വെണ്ണ പോലത്തെ തക്കാളിക്കറി. ഈ തക്കാളിക്കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയതിന് ശേഷം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ നല്ലതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ തക്കാളിക്കറിയും ക്യാബേജ് തോരനും ചാള വറുത്തതും ചാളയുടെ മുട്ട വറുത്തതും പിന്നെ നാരങ്ങ അച്ചാറുമാണ് ഇന്നത്തെ ഊണിനുള്ളത്. കൂടെ ഒരു പപ്പടം കൂടി ഉണ്ട്. അപ്പോൾ ഇനി പറയാനില്ലല്ലോ, നല്ല അടിപൊളി ഊണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഉച്ചയ്ക്ക് ഇതേപോലത്തെ ഒരു ഊണ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഊണൊക്കെ ഒത്തിരി ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരെയും എല്ലാവർക്കും ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.